നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോൾ ഏഷ്യ കപ്പിൻ്റെ ആവേശത്തിലാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ തൊട്ടുടനെ നമ്മൾ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയിലേക്ക് കടക്കുകയാണ്. ആ ടെസ്റ്റ് പരമ്പരയ്ക്ക് പ്രഖ്യാപിച്ച വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്ക്വാഡിൽ നിന്ന് സൂപ്പർ താരങ്ങളിൽ ഒരാൾ പുറത്തായിരിക്കുന്നു. അവരുടെ പ്രമുഖ താരങ്ങളിൽ ഒരാളായിട്ടുള്ള ഷാമർ ജോസഫ് പരിക്കേറ്റ് പുറത്താകുന്നു. ഹ്യൂജ് ബ്ലോ ഫോർ വെസ്റ്റ് ഇൻഡീസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഷാമർ ജോസഫിൻ്റെ കാര്യത്തിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ്. അതിലവർ പറയുന്നത് യോഹാൻ ലെയ്ൻ ഹാസ് റീപ്ലേസ്ഡ് ഷാമർ ജോസഫ് ഇൻ ദി സ്ക്വാഡ് ഫോർ ദി ടെസ്റ്റ് സീരീസ് അഗെയിൻസ്റ്റ് ഇന്ത്യ. ഷാമർ ജോസഫിന് പകരം യോഹാൻ ലെയ്നിനെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. ജോസഫ് ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഡ്യൂ ടു ആൻ ഇഞ്ചുറി ആൻഡ് വിൽ ബി റീവാലുവേറ്റഡ് എഹെഡ് ഓഫ് ദി ബംഗ്ലാദേശ് ലിമിറ്റഡ് ഓവർ സീരീസ് എന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. പരിക്ക് പറ്റി അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. ഇനി ബംഗ്ലാദേശിനെതിരെയുള്ള ലിമിറ്റഡ് ഓവർ സീരീസിന് മുമ്പ് അദ്ദേഹത്തെ പരിക്കിൻ്റെ കാര്യം വീണ്ടും റീവാലുവേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ സംഗതി ഷാമർ ജോസഫ് പുറത്തായി, പകരം യോഹാൻ ലെയ്ൻ സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുന്നു. 2 ടെസ്റ്റ് മത്സരങ്ങളാണല്ലോ ഈ പരമ്പരയിലുള്ളത്. ആദ്യ ടെസ്റ്റ് ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 6 വരെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണെങ്കിൽ രണ്ടാം ടെസ്റ്റ് ഒക്ടോബർ 10 മുതൽ 14 വരെ ഡൽഹിയിലെ സ്റ്റേഡിയത്തിലാണ് നടക്കുക. മത്സരത്തിലുള്ള ഇന്ത്യൻ സ്ക്വാഡ് ഇന്നലെ പ്രഖ്യാപിച്ചു. നമ്മൾ വിശദമായിട്ട് സ്ക്വാഡിനെ കുറിച്ച് അനാലിസിസ് ഒക്കെ നടത്തി. വെസ്റ്റ് ഇൻഡീസ് സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, നമ്മൾ അന്ന് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു മാറ്റം കൂടി വന്നപ്പോൾ അപ്ഡേറ്റഡ് വെസ്റ്റ് ഇൻഡീസ് സ്ക്വാഡ് നമുക്ക് നോക്കാം. സ്ക്വാഡിലുള്ളത് റോസ്റ്റൻ ചെയ്സ്, അദ്ദേഹമാണ് ക്യാപ്റ്റൻ. പിന്നെ ജോമൽ വെരിക്കാൻ, കെവലൻ ആൻഡേഴ്സൺ, അലിക് അത്തനീസ്, ജോൺ ക്യാമ്പൽ, ടഗ്നറൈൻ ചന്ദ്രപോൾ, ജസ്റ്റിൻ ഗ്രീവ്സ്, ഷായ് ഹോപ്പ്, ടെവിൻ ഇംലാച്ച്, അൽസാരി ജോസഫ്. ഷാമർ ജോസഫ് ഇപ്പോൾ പുറത്തായി, പകരം യോഹാൻ ലെയ്ന്, ബ്രണ്ടൻ കിങ്, ആൻഡേഴ്സൺ ഫിലിപ്പ്, ക്യാരി പിഴെ, ദെൻ ജെയ്ഡൻ സീൽസ്. ഇതാണ് അവരുടെ സ്ക്വാഡ്. എന്തായാലും ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് വെസ്റ്റ് ഇൻഡീസ് വരുന്നത്. പക്ഷേ നിലവിൽ നമുക്കറിയാമല്ലോ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തോട്ടാൽ പൊള്ളുന്ന ഫോമിലാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.